ഫ്രാൻസ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 2021 മെയ് ആ ഒരു ടൈമിൽ ആപ്പിളിൻ്റെ M1 Macbook Pro, അതായത് അവരുടെ ഫസ്റ്റ് ജനറേഷൻ M1 പ്രോസസ്സർ വരുന്ന ഡിവൈസ് റിവ്യൂ ചെയ്തായിരുന്നു. ആ ഒരു റിവ്യൂയുടെ ഹെഡിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗാഡ്ജറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്ന വേറൊരു ഗാഡ്ജറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ അഥവാ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ M1 പ്രോസസ്സറിനെ പറ്റി അത്യാവശ്യം നല്ലപോലെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം M1 എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂസ് അല്ല അല്ലേ. പക്ഷേ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ M1 പ്രോസസ്സർ ഒരു സൈഡിൽ നേടിയെടുത്തെങ്കിലും ഇപ്പോഴും ആൾക്കാർക്ക് ഒരു മടിയാണ് മാക്ബുക്കിലോട്ട് മാറാൻ. അതായത് വിൻഡോസ് വിട്ട് അല്ലെങ്കിൽ പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോഴത്തേക്കും മാക്ബുക്ക് വാങ്ങാൻ ആൾക്കാർക്കൊരു മടിയാണ്. ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയ ആൾക്കാർ, പണ്ട് ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും ഒരു മടിയാണ് ആൾക്കാർക്ക്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൈസിൻ്റെ കാര്യം വേണമെങ്കിൽ പറയാം, ശരിയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, നമുക്ക് അത്യാവശ്യം പ്രൈസ് വരുന്ന പ്രോഡക്റ്റാണ്. ഈവൻ അവരുടെ ലോവസ്റ്റ് M1 Mac Mini പോലും 60,000 രൂപയുണ്ട്. പക്ഷേ ആ ഒരു 60,000 രൂപയ്ക്ക് വരുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു കറസ്പോണ്ടിങ് PC, അതായത് 1,50,000 രൂപ വരുന്ന ഒരു PC-യുടെ പെർഫോമൻസാണ് M1 Mac Mini വരുന്നത്. പക്ഷേ ഈവൻ പൈസ ചിലവാക്കാൻ റെഡി ആവുന്നവരും മാക്ബുക്ക് എടുക്കാൻ മടിക്കുന്നതെന്ന് പറഞ്ഞാൽ, വിൻഡോസ് വരുന്ന കംഫർട്ടബിലിറ്റിയും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും മാക്ബുക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്, ഞാനിത് എടുത്ത് പറയാനില്ല. ഇത് വിൻഡോസ് വേഴ്സസ് മാക്കിൻടോഷിൻ്റെ ഒരു വീഡിയോ അല്ല. പക്ഷേ അതാണല്ലോ ഒരു ഓവർ വ്യൂ ആയിട്ട് പറയുവാണെങ്കിൽ, ആ ഒരു കംഫർട്ടും ഫ്ലെക്സിബിലിറ്റിയും ഇപ്പോഴും മാക്ബുക്ക് വരുന്നില്ല. പല കാര്യങ്ങളും നമുക്കെല്ലാം ഡയറക്റ്റ് സൊല്യൂഷൻസേ മാക്ബുക്ക് ഉള്ളൂ. അത് കഴിഞ്ഞ് വേറൊരു ഓൾട്ടർനേറ്റീവായിട്ട് നോക്കുമ്പോഴത്തേക്കും പലതും കാണത്തില്ല അല്ലേ. വിൻഡോസിലാണെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് പല രീതികളും കാണാൻ പറ്റും. ഒരു ഓവർ വ്യൂ ആയിട്ട് പറയുവാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ ഏറ്റവും വലിയൊരു സെഗ്മെൻറ്റിൻ്റെ മിസ്സിങ്ങും ഉണ്ട്, അതായത് ഗെയിമിംഗ് സെഗ്മെൻറ്റ്. അതിപ്പോഴും മാക്കിൽ ആക്റ്റീവ് അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാരണം ഇപ്പോഴും ആൾക്കാർ മാക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി മടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് 11 നമുക്ക് M1 Macbook Proയിൽ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് വിൻഡോസ് 11ൻ്റെ ആപ്ലിക്കേഷൻസ് ചിലത് റൺ ചെയ്യുക, ബെഞ്ച് മാർക്കിംഗ് ടെസ്റ്റ് നോക്കുക, എത്രത്തോളം നല്ല രീതിയിൽ വിൻഡോസ് 11 ഈ ഒരു M1 പ്രോസസ്സറിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ലാസ്റ്റ്ലി ചില ഗെയിംസും റൺ ചെയ്ത് നോക്കുക, ഗെയിമിംഗ് എങ്ങനെയാണ് M1 Macbook Proയിൽ. അപ്പോൾ ആദ്യമേ നമുക്ക് വിൻഡോസ് 11 ഈ ഒരു മാക്ബുക്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാരലൽസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുറത്തൂടെ ഒരു വിർച്വലൈസേഷൻ പ്രോസസ്സിലൂടെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് റൺ ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു രീതി പറയുവാണെങ്കിൽ, ഈ ഒരു മാക്ബുക്കിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ പാർഷ്യലി ഡിവൈഡ് ചെയ്തെടുക്കുവാണ്. മീൻസ് ഇപ്പം എന്താ പറയുക, മാക്ബുക്കിൻ്റെ മാക്കിൻടോഷ് സോഫ്റ്റ്വെയറിന് ഇപ്പം ഇതിന് 8 GB റാമും അതുപോലെ തന്നെ പ്രോസറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 8 കോർ CPU-യും 8 കോർ GPU ആണല്ലോ വരുന്നത്. അപ്പം മാക്കിൻടോഷ് റൺ ചെയ്യാൻ വേണ്ടി 4 കോർ CPU-യും 4 കോർ GPU-യും 4 GB റാമും ഇതെടുക്കും. പിന്നെ വിൻഡോസ് റൺ ചെയ്യാൻ വേണ്ടി പാരലൽസ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് റൺ ചെയ്യാൻ വേണ്ടി 4 കോർ CPU-യും 4 കോർ GPU-യും 4 GB റാമും എടുക്കും. അതാണ് അവർ ഒപ്റ്റിമലായിട്ട് പറയുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, പകുതി വെച്ച്. അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രണ്ടും ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം വിൻഡോസ് 11 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അതിനെ മാറ്റി തിരിച്ച് നേരെ മാക്കിൻടോഷ് സോഫ്റ്റ്വെയറിലോട്ട് വരാൻ പറ്റും. അങ്ങനെ മാക്കിൻടോഷ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ വിൻഡോസ് 11ലോട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, പാരലൽസ് എന്ന് അടിച്ചു കൊടുക്കുക, അവർ വെബ്സൈറ്റ് വരും, അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് 14 ഡേയ്സിൻ്റെ ട്രയൽ കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും പാക്കേജ് നമ്മൾ എടുക്കേണ്ടി വരും. അതാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമുക്ക് അത്ര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിപ്പോൾ 14 ഡേയ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസം വന്ന് നിൽക്കുക. ഈ ഒരു ദിവസം കൊണ്ട് വീഡിയോ എടുത്ത് തീരുമെന്നോ അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ വിൻഡോസ് 11ൻ്റെ ഇൻസ്റ്റാളേഷനൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാരണം അത് വെറുതെ അങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതിന് പകരം ജസ്റ്റ് ഞാനൊരു ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ പോയി ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു മാക്കിനകത്ത് എന്ന് നോക്കാം. എങ്ങനെയാണോ വിൻഡോസ് ലാപ്ടോപ്സിൽ വിൻഡോസ് 11 വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു മാക്ബുക്കിൽ വിൻഡോസ് 11 വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ലാഗും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാ സെറ്റിങ്സും അവൈലബിൾ ആണ്, ആനിമേഷൻസ് എല്ലാം അതേപോലെ തന്നെ അവൈലബിൾ ആണ്. കാരണം ഇത് വിൻഡോസ് 11 തന്നെയാണ്. മീൻസ് വിൻഡോസ് 11ൻ്റെ ട്രയൽ വേർഷനാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, പക്ക ജെനുവിൻ ആയിട്ടുള്ള വിൻഡോസ്. നമുക്ക് ആ ഒരു പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവർ C ഡ്രൈവ് ആക്കി, എനിക്ക് തോന്നുന്നു ഈ ഒരു പാരലൽസിന് വേണ്ടി നമ്മളുടെ ഹാർഡ് ഡ്രൈവിൽ നിന്നും, അതായത് 512 GB ആണ് ഇതിനകത്തുള്ളത്, അതിൽ നിന്നും 250 GB മാറ്റിയിട്ട് C ഡ്രൈവ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത് ഫയൽസൊക്കെ. അതൊക്കെ ശരി, വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് പ്രയോജനം? ഇത്രയും കഷ്ടപ്പെട്ട് വിൻഡോസ് 11 ഈ ഒരു മാക്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താണ് ഗുണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് ഓരോ ആൾക്കാരനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും പോരാ.
എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഒരുപാട് എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് ആണ് ആപ്പ് സ്റ്റോറിനേക്കാളും തരുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റ് സ്റ്റോർ വളരെ ഉപകാരപ്രദമാക്കാം അല്ലേ. മീൻസ് അതായത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി നെറ്റ്ഫ്ലിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആമസോൺ പ്രൈമിന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ സ്പോട്ടിഫൈ ഒക്കെ എനിക്ക് തോന്നുന്നു, അല്ലാതെ ഇപ്പം ആ ഒരു ആപ്പ് സ്റ്റോർ ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഡൗൺലോഡ് ചെയ്യാം, അത് ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ആപ്പ് സ്റ്റോറിനേക്കാളും എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് സ്റ്റോർ വരുന്നത്. അതുകൊണ്ട് അതിലെ പല ആപ്ലിക്കേഷൻസും ഗുണമാവുന്ന രീതിയിൽ ഓരോ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൊഫഷണൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലേ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സോഫ്റ്റ്വെയർസ് ഒക്കെ ഒന്ന് ചിലപ്പോൾ മാക്കിൽ കമ്പാറ്റബിൾ ആവത്തില്ല, ആ ഒരു ഇഷ്യൂ കാണും. രണ്ട്, ചിലപ്പോൾ ക്രാക്ഡ് വേർഷൻ വേണം എന്ന് കാണും. മാക്കിൽ ക്രാക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം എന്താ പറയുക, ഭയങ്കര റിമോട്ടായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതൊരു ഇഷ്യൂ. പിന്നെ അതുമല്ല, നമുക്ക് അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അത് വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഭയങ്കര ക്രാക്കിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ക്ഷാമമാണ് മാക്ക്. പക്ഷേ വിൻഡോസിലാണെങ്കിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ക്രാക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാക്ക് എടുത്തു പോയെന്നും പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഉപയോഗിക്കാതിരിക്കേണ്ട അവസ്ഥ വരത്തില്ല അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു വിൻഡോസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മിക്കതും വിൻഡോസ് ബേസ്ഡ് ആണ്, അല്ലാതെ മാക്കിൻഡോസ് ബേസ്ഡ് ഉണ്ട്, പക്ഷേ ഭയങ്കര കുറവാണ്. ചില മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ചിലവർക്ക് ആ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അവരുടെ ഡേ ടു ഡേ നീഡ്സിന് വേണ്ടൊരു കാര്യമായിരിക്കും, എന്നാൽ അവരങ്ങ് മാക്കിൻ്റെ പെർഫോമൻസും ആ ഒരു ക്ലാസ്സൊക്കെ കണ്ട് മാക്കങ്ങ് എടുത്തുപോയി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ഏക ഒരു വഴി ഇതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വേറെ വഴികളുണ്ട്, പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം പാരലൽസ് എടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വിൻഡോസ് വരും, നേരെ അതങ്ങ് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതാണെങ്കിലും വേറൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഒരു വിൻഡോസ് ഞാൻ പറഞ്ഞില്ല എമുലേഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു M1 മാക്കിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ M1 പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് വിൻഡോസിൽ റൺ ചെയ്യുമ്പോൾ എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് എമുലേഷൻ വഴിയാണ്, എന്നാലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഗീക്ക് ബെഞ്ച് എടുക്കാൻ പോവുക. ഗീക്ക് ബെഞ്ചിൽ എത്ര പെർഫോമൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഗീക്ക് ബെഞ്ച് 5ൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും ഞെട്ടി ഉള്ള കാര്യം പറയല്ലോ. കാരണം സിംഗിൾ കോർ റിസൾട്ട് കാണിക്കുന്ന 1523 മൾട്ടി കോർ റിസൾട്ട് 5516 ഇതിന് നേറ്റീവായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറിൽ, അതായത് മാക്കിൻഡോഷ് സോഫ്റ്റ്വെയർ നമ്മൾ ഗീക്ക് ബെഞ്ച് റൺ ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്, ഇല്ലെന്നല്ല. സിംഗിൾ കോറിൻ്റെ കാര്യത്തിൽ 1700 ആവും, മൾട്ടി കോറിൻ്റെ കാര്യത്തിൽ 7000 സംതിങ് ആവും. പക്ഷേ എന്നാലും ഇത്രയും പെർഫോമൻസ് ഇത് തരുന്നില്ലേ. ഇത് എമുലേഷൻ വഴിയാണ് ഈ ഒരു വിൻഡോസിലാവും വർക്ക് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് പോലും ആ ഒരു സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഡ്രോപ്സ് ഈ ഒരു M1 പ്രോസസ്സർ കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ, ഒരു CPU എന്നുള്ള രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസസ്സറായിട്ട് തന്നെ ഇപ്പോഴും ഈ ഒരു വിൻഡോസ് റൺ ചെയ്തിട്ടും നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗീക്ക് ബെഞ്ചിൻ്റെ വെർഷൻ വിൻഡോസ് വെർഷനാണ് ഞാൻ റൺ ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് പോലും ആ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആക്ച്വലി ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗമായിട്ട് GTA 5 കളിച്ച് നോക്കാം. നമുക്കറിയാമല്ലോ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അളക്കുന്നത് GTA 5 കളിച്ചിട്ടാണ്. GTA 5 അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പ് കൊള്ളാം അല്ലേ. ഇപ്പോൾ എന്താണെങ്കിലും GTA 5 ഞാനിവിടെ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. റെസൊല്യൂഷൻ ഞാനിപ്പോൾ ഫുൾ HD ഇട്ടേക്കുന്നത്. അത് കുഴപ്പമില്ല, ഫുൾ HDയേക്കാളും കൂടുതലാണ് ഇട്ടേക്കുന്നത്. 1920x1200 ആണ് ഇട്ടേക്കുന്നത്. കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ താഴെയാക്കിയാൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ടെക്സ്ചർ ക്വാളിറ്റി നോർമലാണ്, ഷെയ്ഡർ ക്വാളിറ്റി നോർമൽ, എല്ലാം മിക്കതും ഞാൻ നോർമലാണ് ഇട്ടേക്കുന്നത്. സംഭവം ഓപ്പണായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത്യാവശ്യം മോശമായിരിക്കുന്നു, പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഡെഫിനറ്റ്ലി പ്ലേയബിളാണ്. ആ ഒരു കാര്യത്തിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നല്ല പ്ലേയബിൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലാഗും സ്റ്റട്ടേഴ്സൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ചെന്ന് സ്റ്റക്കാവുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നേരമേ കളിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ ക്രാഷ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻസിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി പ്ലേയബിളാണ്. ഇടയ്ക്കിടയ്ക്ക് ലാഗ് സ്റ്റട്ടറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല സ്പീഡ് ഓടിക്കുമ്പോഴത്തേക്കും സ്ലോ മോഷനിൽ പോണ പോലെ ആ ഒരു ഫ്രെയിം ഡ്രോപ്സും വരുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല തരുന്നത്, ഇച്ചിരി ഒരു മോശം എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കിപ്പം ബേസ് വേരിയൻ്റുള്ള NVIDIA ഗ്രാഫിക്സ് കാർഡിൽ പോലും അത്യാവശ്യം ഇതിനേക്കാളും നല്ല ഒരു പെർഫോമൻസ് തരും. ഇനി വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ക്രോസ് ഓവർ വഴി. അതും കൂടെ നമുക്ക് നോക്കാം. ക്രോസ് ഓവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റി ചെറുതായിട്ട് ബ്രീഫായിട്ട് ഞാൻ പറയാം. ക്രോസ് ഓവറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിൻ്റെ കമാൻഡ്സ് മാക്കിൻ്റെ കമാൻഡ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു കമ്പാറ്റബിലിറ്റി ലെയർ പോലെ വർക്ക് ചെയ്യും. ഇവിടെ ഒരു വിൻഡോസ് 11 ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് കയറി ചില പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ വിൻഡോസ് ആപ്ലിക്കേഷൻസ് ആ ഒരു ക്രോസ് ഓവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് GTA 5 എങ്ങനെയുണ്ട് ക്രോസ് ഓവറിൽ എന്ന് നോക്കാം. ക്രോസ് ഓവറിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ചില ആപ്ലിക്കേഷൻസ് മാത്രമേ ഇപ്പോൾ ക്രോസ് ഓവർ വഴി റൺ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാ ആപ്ലിക്കേഷൻസൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒരു ഇഷ്യൂ ഉണ്ട്.
അപ്പോൾ എന്താണെങ്കിലും GTA 5 ഇപ്പോൾ കറൻറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് GTA 5ൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ക്രോസ് ഓവറിൽ എന്ന് നോക്കാം. പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഗായ്സ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ പാരലൽസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഗെയിമിങ്. പക്ഷേ എന്നാലും ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ സ്റ്റട്ടേഴ്സും ലാഗൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഇത്രയും വലിയ മെമ്മറി ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ അല്ല തരുന്നത്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായി. ഡെഫിനറ്റ്ലി പ്ലേബിൾ ആണ്, അല്ലെന്നല്ല മീൻസ് നമുക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയൊന്നുമല്ല, നമുക്ക് കളിക്കാനൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇപ്പോഴും എനിക്ക് കിട്ടുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മുടെ എയിംസ് എന്തൊക്കെയായിരുന്നു? Windows 11 ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുക, അത് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേത് GTA 5 കളിച്ച് നോക്കുക, അല്ലെങ്കിൽ ഗെയിമിംഗ് ചെയ്ത് നോക്കുക. ആ ഒരു കാര്യമാണെങ്കിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലല്ല ഒരു പെർഫോമൻസ് കിട്ടിയത്, പ്രത്യേകിച്ച് പാരലൽസിൽ പെർഫോമൻസ് നല്ല ഡ്രോപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ക്രോസ് ഓവർ യൂസ് ചെയ്ത് കളിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പ്ലേയബിൾ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. എന്നാലും അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റട്ടേഴ്സും ലാഗും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള പോകുന്ന അറിയാം, ഇതിൻ്റെ പകുതി വില വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഇതിൻ്റെ ഇരട്ടി പെർഫോമൻസ് നമുക്ക് GTA 5 കിട്ടും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അതിൽ ഞാൻ നിങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള GPU വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാം കൂടെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഒറ്റ പ്രൊസറാണ് വരുന്നത്, അല്ലേ? എന്നിട്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഈ ഒരു ഗെയിം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ വഴി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വിൻഡോസിനകത്താണ് ഈ ഒരു ഗെയിം കളിച്ചത്. പിന്നെ വേറൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കമാൻഡ്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് കളിച്ചത്. എന്നിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേർഡിക്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയെങ്കിലും പെർഫോമൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗെയിം റൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, അല്ല? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് എല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.